വചനപ്രഘോഷണത്തിൽ പ്രവേശിക്കുമ്പോൾ ഈശോയോട് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ദൈവം നൽകിയ ഒരു അഭിഷേകം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിലൊരു സംഭവമാണ്. കാരണം ഞാൻ ആഗ്രഹിച്ചത് ഒരു റിവൈവൽ ആ കഥയിലുണ്ടാകണം, ഒരു ഫയർ ആ കഥയിലുണ്ടാകണം, ഷാലും സമാധാനം ആ കഥയിലുണ്ടാകണം. അങ്ങനെ ഒരു കഥയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ദൈവം തന്നത്. അത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിലാണ്. അതായത് ഇസ്രായേൽ ജനം തിന്മ ചെയ്തപ്പോൾ ദൈവം 7 വർഷത്തേക്ക് അവരെ മിദ്യാൻകാരുടെ അടിമത്തത്തിന് വിട്ടുകൊടുത്തു. വളരെ സന്തോഷത്തോടെ സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് അവർ ദൈവത്തെ മറന്നപ്പോൾ, അവരിൽ നിന്ന് ദൈവാത്മാവ് വിട്ടുപോയപ്പോൾ അവര് അടിമകളായി തീരുകയാണ്. വളരെ നിഷ്ഠൂരമായ പീഡകളാണ് ഇസ്രായേൽ ജനത്തിന് മിദ്യാൻകാരിൽ നിന്ന് നേരിടേണ്ടി വരുന്നത്. അവർ കൃഷി ചെയ്യുമ്പോഴെല്ലാം മിദ്യാൻകാർ വന്ന് അവരെ ആക്രമിക്കും. അവസാനം പാറയുടെ ഗുഹകളിലും പാറ ഇടുക്കുകളിലൊക്കെയാണ് ഇസ്രായേൽ ജനങ്ങൾ അഭയം തേടിയിരുന്നത്. അങ്ങനെ അവരുടെ കഷ്ടതകളില് അവര് ദൈവത്തെ വിളിക്കാൻ തുടങ്ങി. ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അവർ നിലവിളിച്ചപ്പോൾ ദൈവം അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന സംഭവമാണിത്. അവിടെ ഗിദെയോൻ എന്ന് പറയുന്ന ഒരു ദൈവപുരുഷന്റെ അടുത്തേക്ക് ദൈവത്തിന്റെ ദൂതൻ അയക്കപ്പെടുകയാണ്. ദൈവദൂതൻ ഗിദെയോനോട് പറഞ്ഞു, ശക്തനും ധീരനുമായ മനുഷ്യ, ദൈവം നിന്നോടുകൂടെ, കർത്താവ് നിന്നോടുകൂടെ. പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. അങ്ങനെ ഗിദെയോൻ അത്ഭുതപ്പെട്ട് നിൽക്കുക. ഉടനെ ഗിദെയോനോട് ദൈവം പറഞ്ഞു, മോനെ, നീ ഉടനെ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി മിദ്യാൻകാർക്കെതിരെ പടപൊരുതുക. അപ്പോൾ ഗിദെയോൻ പറഞ്ഞു, ദൈവമേ, ഞാൻ അതിന് ശക്തനല്ല, എനിക്കതിന് ബലമില്ല, എന്നെ ദയവായിട്ട് അതിനൊരുക്കരുത്. പക്ഷെ ഗിദെയോൻ ഒരു ചോദ്യം ചോദിക്കും, ദൈവമേ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ ഇടയിൽ പ്രവർത്തിച്ച ആ അത്ഭുത ശക്തി എവിടെ? ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ ഇടയിലുണ്ടായ അടയാളങ്ങൾ എവിടെ? ഗിദെയോൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ദൈവം ഗിദെയോനോട് പറയാം, മോനെ, നീ പോയി നിന്റെ ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി മിദ്യാൻകാരെ തകർക്കുക, ഞാൻ നിന്നോടുകൂടെ ഉണ്ടാകും. ഈ സമയത്ത് ഗിദെയോൻ ദൈവത്തിനൊരു അടയാളം ചോദിക്കുക. ദൈവമേ, നീ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ എനിക്കൊരു അടയാളം തരണം. എന്നിട്ട് ഈ അടയാളം കണ്ടെത്തുന്നതിന് വേണ്ടി ഗിദെയോൻ അവരുടെ പാരമ്പര്യം അനുസരിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി പുളിപ്പില്ലാത്ത അപ്പവും കുറച്ച് ഇറച്ചിയും ചാറും കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുകയാണ്. ഈ സമയത്ത് ദൈവദൂതൻ ഗിദെയോനോട് പറഞ്ഞു, ആ ഇറച്ചിയും ആ പുളിപ്പില്ലാത്ത അപ്പവും അതിൻ്റെ മേൽ ചാറൊഴിച്ച് ആ പാറപ്പുറത്ത് വയ്ക്കുക. ഗിദെയോൻ അതുപോലെ തന്നെ ചെയ്തു. ഉടനെ ദൈവദൂതൻ തൻ്റെ കൈവശം ഇരുന്ന ഒരു വടിയെടുത്ത് ആ ഇറച്ചിയെയും ആ പുളിപ്പില്ലാത്ത അപ്പത്തെയും സ്പർശിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്ന വലിയൊരു അത്ഭുതം ഇതാണ്. ആ സമയത്ത് പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി
ആ പുളിപ്പില്ലാത്ത അപ്പത്തെയും ആ ഇറച്ചിയെയും ദഹിപ്പിച്ചു കളഞ്ഞു. ഇതൊരടയാളമായിട്ട് ഗിദെയോൻ കാണുകയാണ്. സ്വർഗത്തിൽ നിന്ന് റിവൈവൽ ഫയർ, ഒരു തീ അഭിഷേകം വലിയ അടയാളമായി ഗിദെയോൻ കാണുന്നു. അതിനുശേഷം ഗിദെയോൻ ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തിയുണ്ട്. അവിടെ തന്നെ ദൈവത്തിനായിട്ട് ഒരു ബലിപീഠം സ്ഥാപിച്ചു. എന്നിട്ട് ആ ബലിപീഠത്തിന് ഗിദെയോൻ വിളിച്ചു യഹോവയുടെ ഷാലോം, ദൈവത്തിൻ്റെ സമാധാനം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് റിവൈവൽ ഫയറിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ധ്യാനിക്കുന്നത് ആ ഒരു റിവൈവൽ ഫയറാണ്. ആ റിവൈവൽ ഫയറിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫലമായ സമാധാനമാണ്. കാരണം നമുക്കറിയാം, ഇന്ന് ലോകത്തിന് ഏറ്റവും ആവശ്യം സമാധാനമാണ്. എല്ലാ മേഖലകളിലും അസമാധാനം കൊടികുത്തി വാഴുകയാണ്. രാഷ്ട്രീയ മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ, ആത്മീയ മേഖലകളിൽ, കുടുംബ ബന്ധങ്ങളിൽ, എന്തിന് സഭയ്ക്കുള്ളിൽ പോലും അസമാധാനം കൊടികുത്തി വാഴുമ്പോഴാണ് സഭയെ നവീകരിക്കുന്ന ഈ പെന്തക്കോസ്ത ഒരുക്ക ധ്യാനത്തിൽ നാം ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ഈ ധ്യാനം ഇന്ന് ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ തന്നെയാണ്. പുതിയ നിയമത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുന്നത് സ്നാപയോഹന്നാനാണ്. സ്നാപയോഹന്നാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സ്നാപയോഹന്നാൻ പറയുകയാണ്, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സ്നാനപ്പെടുത്തും. അതാണ് 1-ാമത്തെ വചനം. 2 പ്രധാനപ്പെട്ട വചനങ്ങളാണ് സ്നാപയോഹന്നാൻ പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. 2-ാമത്തെ വചനം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 33-34 ഇപ്രകാരമാണ്. സ്നാപയോഹന്നാൻ പറയാ, ഞാൻ അവനെ അറിഞ്ഞില്ല, ക്രിസ്തുവിനെ അറിഞ്ഞില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവിറങ്ങി വന്ന് ആരുടെ മേൽ വസിക്കുന്നതായി നീ കാണുന്നുവോ, അവനാകുന്നു പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനം നൽകുന്നത്. ഈ 2 വചനങ്ങളിലൂടെ സ്നാപയോഹന്നാൻ പരിശുദ്ധാത്മാവിനെ നമ്മെ പരിചയപ്പെടുത്തുക. ഈ 2 വചനങ്ങൾ നാം ധ്യാനിച്ചു കഴിയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒന്ന്, യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനാണെന്ന്. 2, യേശു പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനം നൽകുന്നവനാണെന്ന്. അച്ഛൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലേക്ക് വരും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ സമാധാനം എന്ന ഇന്നത്തെ വിഷയത്തിലേക്ക് വരും. അതിനു മുൻപ് പരിശുദ്ധാത്മാവിനെ ധ്യാനിച്ചുകൊണ്ടാണ് നാം ആ വിഷയത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സ്നാപയോഹന്നാന്റെ ഈ 2 ദൈവവചനങ്ങൾ കൊണ്ട് നാം ചെന്നെത്തുന്ന 2 കാര്യങ്ങളിലേക്കാണ്. ഒന്ന്, കർത്താവായ യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനാണ്. 2, യേശുവാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നവൻ. അതുകൊണ്ട് നാം വീണ്ടും വേറൊരു വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന വചനമാണ് യോഹന്നാന്റെ സുവിശേഷം
14-ാം അധ്യായം 16-ാമത്തെ വചനം. അതിൽ ഈശോ പറയുന്നു, ഞാൻ പിതാവിനോട് ചോദിക്കും. അപ്പൊ പരിശുദ്ധാത്മാവ് ഉള്ള ഈശോ, പരിശുദ്ധാത്മാവിനെ നൽകുന്ന ഈശോ അത് വാഗ്ദാനം ചെയ്യുകയാണ്. ഞാൻ പിതാവിനോട് ചോദിക്കുകയും നിത്യവും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ദാ ഈശോ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്യാൻ. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മറ്റൊരു വചനത്തിലേക്ക് പോവുകയാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 29-ാമത്തെ വചനം. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. പിതാവിൻ്റെ വാഗ്ദാനം പരിശുദ്ധാത്മാവാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇതാ പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. എന്നിട്ട് ഈശോ പറയാ, ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തി നിങ്ങൾ ലഭിക്കുന്നത് വരെ, അത് ധരിക്കുന്നത് വരെ ഈ നഗരത്തിൽ തന്നെ വസിക്കുവിൻ, ഈ പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കുവിൻ, ഈ ഒരുക്കത്തിൽ നിങ്ങൾ ആയിരിക്കുവിൻ. അപ്പോസ്തല പ്രവർത്തനം 14:5 വചനത്തിലേക്ക് കൂടി നമുക്ക് വേഗം ഒന്ന് പ്രവേശിക്കാം. ആ വചനത്തില് സ്ലീഹന്മാരോട് പറയുന്നുണ്ട് ഈശോ, ഉദ്യതനായ ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുക, മക്കളെ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായി നിങ്ങൾ കാത്തിരിക്കുവിൻ. എന്നിട്ട് പഠിപ്പിക്കുക, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ താമസിക്കാതെ പരിശുദ്ധാത്മാവിനാൽ, നിങ്ങളാകട്ടെ താമസിക്കാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടും. ചുരുക്കി പറഞ്ഞാൽ ഈ വചനങ്ങളെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് അപ്പോസ്തലന്മാർ ശക്തി പ്രാപിക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് സഭ ശക്തി പ്രാപിക്കുന്നത്. ആ വാഗ്ദാനമാണ് നിറവേറപ്പെടുന്നത് നാം കാണുന്നത്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെ ഈ ദിവസങ്ങളിലെല്ലാം പലതവണ നാം ധ്യാനിക്കുന്നതാണ്. പക്ഷെ ഓരോ തവണയും ആ വചനം പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, ഇരുൾ ബാധിച്ച എല്ലാ മേഖലകളിലേക്ക് ആ തീ അഭിഷേകം ഇറങ്ങി വരും. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ ഒരിക്കൽ കൂടെ ആവർത്തിക്കാൻ അച്ഛൻ ആഗ്രഹിക്കുക. പെന്തക്കോസ്ത ദിവസം സമാഗതമായപ്പോൾ, കാരണം ഈ ദിവസങ്ങളിലൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ള വചനമാണ്, അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ ദിവസവും നാം അതിനെ ധ്യാനിക്കുകയാണ്. പെന്തക്കോസ്ത ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശബ്ദം ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരിക്കുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരുടെ മേൽ തീ അഭിഷേകം വന്ന് നിറയ. അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത വരമനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഈശോയെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവരുടെ കെട്ടുകളെല്ലാം പൊട്ടപ്പെടുക, അവരുടെ ഭയങ്ങളെല്ലാം മാറ്റപ്പെടുക, അവരുടെ ഉത്കണ്ഠകളും ആദിയും എല്ലാം മാറ്റപ്പെട്ട് അവര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഭാഷാവരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. പറഞ്ഞ ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടുന്നതിന് മുൻപ് ഈശോ പറഞ്ഞു, താമസിക്കാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുമെന്ന് പറഞ്ഞ ആ വാഗ്ദാനമാണ് പ്രിയപ്പെട്ട മക്കളെ പെന്തക്കോസ്ത ദിവസം സ്ലീഹന്മാർക്ക് ലഭിച്ചത്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് സഭ ഇന്നും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സഭയിൽ നടന്ന ഓരോ നവീകരണങ്ങളുടെ മേല്, ഓരോ മാറ്റങ്ങളുടെ മേല് പരിശുദ്ധാത്മാവിൻ്റെ
ഈ അഗ്നി അഭിഷേകത്തെ നമുക്ക് കാണാൻ പറ്റും. ഓരോ റിവൈവലും പരിശുദ്ധാത്മാവിലാണ്. അങ്ങനെയുള്ള റിവൈവലുകളാണ് നിലനിൽക്കുന്നത്. ബാക്കിയെല്ലാം ഭാഗ്യമായിട്ട് പണിതുയർത്തപ്പെടുന്നതെല്ലാം പരിശുദ്ധാത്മാവില്ലാതെ പണിതുയർത്തപ്പെടുന്ന നവീകരണങ്ങളെല്ലാം ഇല്ലാതാകും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അഭിഷേകം കൊണ്ട് സഭ പടുത്തുയർത്തപ്പെടുമ്പോൾ അവ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്നാണ് കഴിഞ്ഞ 2000-ലധികം വർഷങ്ങളായിട്ടുള്ള സഭയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തീ അഭിഷേകത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോവുകയാണ്. ഇത് ഞാൻ സെമിനാറിൽ ചേരുന്നതിന് മുൻപ് തളിപ്പറമ്പ് ദർശനയിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഞാൻ ധ്യാനം കൂടാൻ പോയി. ആ ധ്യാനം നയിച്ചത് നമ്മുടെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന കളത്തിലച്ചനാണ്. കളത്തിലച്ചൻ ആ 5 ദിവസങ്ങളുടെ ധ്യാനം, ആ ഒരു ധ്യാനത്തിന്റെ സമാപന ദിവസം അന്ന് പെന്തക്കോസ്തായായിരുന്നു. 1992 ആ പെന്തക്കോസ്താ ദിവസത്തില് കളത്തിലച്ചൻ ഞങ്ങളോട് പറഞ്ഞു, മക്കളെ, ഇതാ ധ്യാനം കഴിഞ്ഞു, നിങ്ങളിതാ ഭവനങ്ങളിലേക്ക് പോകാൻ പോകുക. ഇന്ന് പെന്തക്കോസ്താ ദിവസമാണ്. അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ തീ അഭിഷേകം, അതേ അഗ്നിസ്നാനം, അതേ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരണമെങ്കിൽ നിങ്ങൾ ഈ 2 പേരായിട്ട് മുഖാമുഖം നിൽക്കാൻ പറഞ്ഞു. അതിന് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നവര് ഈ 2 പേര് മുഖാമുഖം നിന്നു. ഞാനിന്ന് ഓർക്കുന്നുണ്ട്, എൻ്റെ മുൻപിൽ നിന്നത് നല്ല കഷണ്ടിയൊക്കെയുള്ള നല്ല പൊക്കമുള്ള ഒരു അധ്യാപകനാണ്. ഞാൻ ആ അധ്യാപകൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിന്നു. ആ അധ്യാപകൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ ധ്യാനത്തിൽ നടന്ന വലിയൊരു ശുശ്രൂഷയായിരുന്നു. ആദ്യം ഒരാൾ മുട്ടുകുത്തി നിൽക്കും, അപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ആൾ അയാളുടെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം അയാൾ മുട്ടുകുത്തി നിൽക്കും. ഇപ്പം നേരത്തെ മുട്ടുകുത്തി നിന്നാൾ എഴുന്നേറ്റ് മറ്റേ ആളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. ഈ സമയത്ത് കളത്തിലച്ചൻ എല്ലാവർക്കും വേണ്ടി 2 കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2000 വർഷങ്ങൾക്ക് മുൻപ് സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്നതുപോലെ ഒരു തീ ആ സമയത്ത് എൻ്റെ മേൽ ഇറങ്ങി വരുന്ന അനുഭവമായിരുന്നു എനിക്ക്. എൻ്റെ ശിരസ് മുതൽ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലേക്ക്, എൻ്റെ ഞരമ്പിലേക്ക്, എൻ്റെ രക്തത്തിലേക്ക്, എൻ്റെ ആത്മാവിലേക്ക് ഒരു ചൂട്, ഒരു തീ, ഒരു പ്രകാശം, ഒരു വെട്ടം ഇറങ്ങി വരുന്ന അഭിഷേകത്തിലേക്കാണ് ആ നിമിഷം ഞാൻ അനുഭവിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് കത്തോലിക്ക കരിസ്മാറ്റിക് റിന്യൂവലിൻ്റെ ആരംഭത്തിലൂടെ വളരെ ശക്തമായിട്ട് സഭ ധ്യാനിക്കുന്ന വലിയൊരു വിഷയമാണ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. അതായത് മാമോദിസ സ്വീകരിച്ച, സ്ഥൈര്യലേപനം സ്വീകരിച്ച എല്ലാ വ്യക്തികളുടെ മേല് ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങി വരുന്ന അനുഭവമാണ്. അതായത് പരിശുദ്ധാത്മാവ് നമുക്കൊരിക്കൽ കൂടെ വരങ്ങളും കൃപകളും തരികയാണ്. അതായത് മാമോദീസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ ലഭിച്ച വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും ഒരിക്കൽ കൂടെ നമ്മളിൽ ജ്വലിപ്പിക്കുന്ന ഒരഭിഷേകമാണ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. എനിക്കിന്ന് നിങ്ങളുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും, ഞാനൊരു വൈദികനാകാൻ ശക്തമായ തീരുമാനമെടുത്തത് ആ നിമിഷങ്ങളിലായിരുന്നു. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി
ഒരു പുതിയ മനുഷ്യനാകണം, ഒരു റിവൈവൽ. അങ്ങനെ ആ റിവൈവൽ നടത്തുന്നതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഫയറിൻ്റെ, ആ തീയുടെ ആ ഒരു അഭിഷേകം, ആ ഒരു നിറവ്, ആ ഒരു അനുഭവം ആ നിമിഷം ഞാൻ അനുഭവിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള നിറവും തീ അഭിഷേകവുമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, നമ്മുടെ തീരുമാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം അത്തരത്തിലുള്ള അഭിഷേകത്തിലേക്കാണ് ഈ പെന്തക്കോസ്ത ഒരുക്കങ്ങൾ നമ്മളെ കൊണ്ടുചെല്ലുന്നത്. മാമോദീസ സ്വീകരിച്ച എല്ലാ വ്യക്തികളോടും പൗലോസ് ലീഗ അപ്പോസ്തല പ്രവർത്തനത്തിൽ ചോദിച്ച ആ ചോദ്യം ഇന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്കുകളിൽ പൗലോസ് ലീഗ ചോദിക്കുക, മക്കളെ, നിങ്ങൾ വിശ്വാസം സ്വീകരിച്ചപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? എഫേസുകാരോടാണ് ചോദിച്ചത്. എഫേസുകാർ പറഞ്ഞു, പരിശുദ്ധാത്മാവോ? അതാരാ? ഞങ്ങൾക്കറിയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, മാമോദീസയും സ്ഥൈര്യലേപനവും സ്വീകരിച്ച അനവധി ക്രിസ്ത്യാനികളോട് ഇന്ന് ഇതേ ചോദ്യം ചോദിച്ചാൽ അവർ പറയും, പരിശുദ്ധാത്മാവോ? എന്താണ് ഫലങ്ങൾ? എന്താണ് സമാധാനം? എന്താണ് ആനന്ദം? ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങള്, വരങ്ങള്, ദാനങ്ങള് തിരിച്ചറിയാതെ നാം ജീവിക്കുന്നുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള ആ ചോദ്യം ഇന്ന് പൗലോസ് ലീഗ നമ്മളോട് ചോദിക്കുക, നിങ്ങൾ മാമോദീസ സ്വീകരിച്ചിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കേട്ടിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട മക്കളെ, നാം എത്ര നല്ലവരോ ബഹുമാന്യരോ വിജ്ഞാനികളോ ആത്മീയമായി വളർന്നവരോ അല്ലെങ്കിൽ ദുർബലരോ പാപികളോ ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനായി തുറന്നു കൊടുക്കുമ്പോൾ ലഭിക്കുന്ന കൃപാഭിഷേകമാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ ആരുമായിക്കൊള്ളട്ടെ, ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനായി നാം തുറന്നു കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന തീ അഭിഷേകമാണ് ഈ റിവൈവൽ ഫയർ. ഒരിക്കൽ കൂടെ നമ്മളെ ശുദ്ധീകരിക്കുന്ന, ഒരിക്കൽ കൂടെ സഭയെ നവീകരിക്കുന്ന ആ ഒരു തീ അഭിഷേകം. നമ്മൾ ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ മനസ്സും ഹൃദയവും ജീവിതവും ഇന്ന് ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ ആ തീനാവ്, ആ തീ അഭിഷേകം ഇറങ്ങി വന്ന് സ്ലീഹന്മാരുടെ മേൽ പ്രവർത്തിച്ച അതേ അത്ഭുതം, അവർക്കുണ്ടായ അതേ മാറ്റം, അവർക്ക് ലഭിച്ച അതേ ഫലങ്ങൾ, അവർക്ക് ലഭിച്ച അതേ ആനന്ദവും സമാധാനവും ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരും. അപ്പം നാം ഇന്ന് ആഗ്രഹിക്കുന്നത് ഷെക്കന ടെലിവിഷൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ ഒരു തീ നമ്മുടെ മേൽ ഇറങ്ങി വരാനാണ്. പരിശുദ്ധാത്മാവിൻ്റെ തീ നാളം നമ്മുടെ മേൽ ഇറങ്ങി വരണം. നമുക്കറിയാം, ആത്മീയതയിൽ തീയോളം അടിസ്ഥാനമുള്ള മറ്റൊരു പ്രതീകമില്ല. അതുകൊണ്ടാണ് ഞാൻ ഗിദെയോൻ്റെ ആ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. അവിടെ ഒരു റിവൈവലുണ്ട്, അവിടെ തീയുണ്ട്, അവിടെ ഷാലോമുണ്ട്, സമാധാനമുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം എന്ന് പറയുന്നത് റിവൈവലാണ്, ഫയറാണ്, ഷാലോമാണ്. അപ്പം ആ വിഷയത്തിലേക്ക് വരിക. നേരത്തെ പരിശുദ്ധാത്മാവ് വരുമ്പോഴുണ്ടാകുന്ന ശുദ്ധീകരണത്തെക്കുറിച്ച്, മാറ്റത്തെക്കുറിച്ച്, റിവൈവലിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നത് തീയെക്കുറിച്ച് പറയാനാണ്. പരിശുദ്ധാത്മാവെന്ന തീയെക്കുറിച്ച്. ആത്മീയതയിൽ തീയോളം അടിസ്ഥാനമുള്ള മറ്റൊരു പ്രതീകമില്ല. എന്താണ് തീയുടെ പ്രത്യേകത? സ്വയം മലിനമാകാതെ മലിനമായതിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതാണ് തീ. സ്വയം അശുദ്ധമാകാതെ അശുദ്ധമായത് മുഴുവനെയും
വിശുദ്ധമാക്കാൻ കഴിയുന്നതാണ് തീ. അഗ്നി അഭിഷേകം നമുക്ക് ലഭിക്കുമ്പോൾ നമുക്കറിയാം, അക്രൈസ്തവ സഹോദരങ്ങള് അഭിഷേകം തീയിലൂടെ ലഭിക്കുന്ന ചാരം, ആ ഭസ്മത്തെ വരെ പൂജാവസ്തുവായി കാണുന്നുണ്ട്. തീ അണഞ്ഞു പോയാൽ അത് ഒരു ദുർലക്ഷണമായിട്ട് കാണുന്നവരുള്ള നാടാണിത്. തീ പുകയാത്ത വീട് ഗതികേടിന്റെ വീടായിട്ട് കാണുന്ന നാടാണിത്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മുടെ നവീകരണത്തിന് വേണ്ടി ഒരിക്കൽ കൂടെ സഭയില് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും കൃപകളും വരങ്ങളും ശക്തിപ്പെടുന്നതിന് വേണ്ടി അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ തീക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത്. പഴയ നിയമത്തിൽ തീ ഇറങ്ങി വന്ന സമയങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ്. അബ്രഹാമും ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 17-ാമത്തെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചൂള കാണാറായി. ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിരിക്കുന്ന അഗ്നിയുടെ നടുവിലൂടെ കടന്നുപോയി. എന്നിട്ട് തുടർന്ന് വചനം പറയുകയാണ്, കർത്താവ് അപ്പോൾ അബ്രഹാമുമായി ഉടമ്പടി ചെയ്തു. ഇന്ന് സഭ ആഗ്രഹിക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീകന്മാരുടെ മേൽ കത്തിജ്വലിച്ച അതേ തീ നമ്മുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ആ ഉടമ്പടി ഒരിക്കൽ കൂടെ നാമുമായി, ആ ഉടമ്പടി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉടമ്പടി, രക്ഷയുടെ ഉടമ്പടി, നവീകരണത്തിൻ്റെ ഉടമ്പടി ഒരിക്കൽ കൂടെ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. സീനായി മലമുകളിലും മോശയുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്ത സമയത്തും അവിടെ ദൈവ സാന്നിധ്യമായി അഗ്നി ഉണ്ടായിരുന്നുവെന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 18-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കാം. തീച്ചൂളയിൽ എന്ന പോലെ അവിടെ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു. മല ശക്തമായിട്ട് ഇളകി. ഇന്ന് ലോകം ഇളകണമെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചു, സമാധാനമില്ലാത്ത കലുഷിതമായ ഒരു അന്തരീക്ഷം. മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടമോടുകയാണ്. യുദ്ധങ്ങള്, കലഹങ്ങള്, തളർച്ചകള്, ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങള്. ഇതിനിടയിൽ യഥാർത്ഥ സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ പരക്കം പായുകയാണ്. അങ്ങനെ സമാധാനം കിട്ടുന്നതിന് വേണ്ടിയുള്ള യാത്രയായിരുന്നല്ലോ പുറപ്പാട് യാത്ര. ആ പുറപ്പാട് യാത്രയ്ക്ക് അവരെ നയിച്ചത് എന്താണ്? അഗ്നിസ്തംഭമായി ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് പുറപ്പാട് 14:24 നമ്മെ പഠിപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥ വെളിച്ചം, പുതിയ നിയമം നമ്മെ പരിചയപ്പെടുത്തുന്നത് യേശുവാണ്. യഥാർത്ഥ വെളിച്ചം, യഥാർത്ഥ വെട്ടം യേശു തന്നെയാണെന്ന് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കാം. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ അഭിഷേചിക്കാൻ യേശു, യഥാർത്ഥ വെട്ടമായ ഈശോ, യഥാർത്ഥ വെളിച്ചമായ ഈശോ ആത്മാവിനെ അയച്ചപ്പോൾ അഗ്നിയായിട്ട്, വെളിച്ചമായിട്ട്, തീയായിട്ട് തന്നെ ശിഷ്യന്മാരുടെ മേൽ അയച്ചത്. അങ്ങനെ ജ്വലിച്ച അപ്പോസ്തലന്മാര് ആദിമ ക്രൈസ്തവ സഭ. എന്നാൽ സഭ വളർന്ന് ശക്തമായപ്പോൾ, സഭ ദൈവത്തിൽ നിന്നകന്ന് പാപത്തിനടിമപ്പെട്ട് നവീകരണം ഭവിച്ചപ്പോൾ, ഈ സഭയെ ജ്വലിപ്പിക്കുന്നതിന് വേണ്ടി 1900 വാഴ്ത്തപ്പെട്ട എലേന ഗുവേര ലിയോ 13-ാം പാപ്പയോട് ഒരിക്കൽ കൂടെ അപേക്ഷിച്ചില്ലേ, പാപ്പ ദയവായിട്ട് സഭയെ വീണ്ടും മട്ടുപ്പാവിലേക്ക് നയിച്ചാലും, വീണ്ടും സെഗ്യോൻ ശാലയിലേക്ക് നയിച്ചാലും, അവിടെയാണല്ലോ യേശുവിൻ്റെ അപ്പോസ്തലന്മാരെ
അഗ്നി നിറച്ച് അവരെ ശക്തിപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഇന്ന് ആത്മീയ മനുഷ്യര്, ദൈവിക മനുഷ്യര് നമ്മുടെ പിതാക്കന്മാരോട്, നമ്മുടെ കർദിനാൾമാരോട് അപേക്ഷിക്കുന്നത്, പിതാക്കന്മാരെ ഒരിക്കൽ കൂടെ സഭയെ സെഹിയോൻ മട്ടുപ്പാവിലേക്ക് കൊണ്ടുപോകണമേ. അങ്ങനെ ദൈവമനുഷ്യരുടെ, ആത്മീയ മനുഷ്യരുടെ ആ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ടാണ് അഭിവന്യ പിതാക്കന്മാര് ഈ വരുന്ന പെന്തക്കോസ്ത മുതല് 3 വർഷത്തേക്ക് കേരള സഭയുടെ നവീകരണ കാലഘട്ടമായി പ്രഖ്യാപിച്ചത്. ഈ നവീകരണ കാലഘട്ടം എന്ന് പറയുന്നത് ഒരിക്കൽ കൂടെ നമ്മുടെ മേല് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും വന്ന് നിറയുന്നതിന് വേണ്ടിയാണ്. ഒരിക്കൽ കൂടെ ഈ നവീകരണത്തിലൂടെ നാം നേടിയെടുക്കേണ്ടത്, ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും സാന്നിധ്യത്തെ, സ്നേഹത്തെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ അപ്പനും അമ്മയ്ക്കും ഉണ്ടായതുപോലെ ഒരിക്കൽ കൂടെ സഭയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. എന്തിനാണ് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഈ നവീകരണത്തിന് വേണ്ടി ദാഹിക്കുന്നത്? പ്രാർത്ഥനയിലൂടെ ദൈവവുമായുള്ള അടുപ്പത്തിൽ വീണ്ടും വളർച്ചയുണ്ടാകുന്നതിന് വേണ്ടിയാണ്. എന്തിനാണ് ഈ നവീകരണത്തിന് വേണ്ടി, ഈ തീയഭിഷേകത്തിന് വേണ്ടി സഭ പ്രാർത്ഥിക്കുന്നത്? ഒരിക്കൽ കൂടെ സഭാ മക്കള് വചനത്തിനും കൂദാശകൾക്കും വേണ്ടി ദാഹിക്കുന്നതിന് വേണ്ടിയാണ്. എന്തിനാണ് ഈ നവീകരണത്തിന് വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കുന്നത്? ഒരിക്കൽ കൂടെ സഭാ മക്കൾക്ക് സഭയോട് കൂറുണ്ടാകുന്നതിന് വേണ്ടിയാണ്, സ്നേഹമുണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഈ അഗ്നി സ്നാനത്തിന് വേണ്ടി സഭ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരിക്കൽ കൂടെ ജീവിത സാക്ഷ്യം നൽകാനുള്ള പുത്തൻ ഉണർവ് സഭയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ധീരരായ രക്തസാക്ഷികളും വിശുദ്ധരും ഒരിക്കൽ കൂടെ സഭയിൽ ഉണർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടിയാണ്. എൻ്റെ ഈശോയെ, അത്ഭുതം നടക്കട്ടെ. എന്തിനാണ് ഈ നവീകരണത്തിന്റെ ഫയറിന് വേണ്ടി സഭ ആഗ്രഹിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ ആനന്ദം, സ്നേഹം, സമാധാനം തുടങ്ങിയവ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഉണരുന്നതിന് വേണ്ടിയാണ്, വളർച്ച പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിലുള്ള വളർച്ച നമുക്കുണ്ടാകുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധിയിലേക്കും ശുദ്ധീകരണത്തിലേക്കുള്ള വിളി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ക്രൈസ്തവ ഐക്യത്തിന് വേണ്ടിയുള്ള ദാഹം നമ്മളിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ശുശ്രൂഷിക്കാനുള്ള മനസ്സ് സഭയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് 3 വർഷത്തെ നവീകരണ കാലഘട്ടങ്ങൾ സഭ പ്രഖ്യാപിക്കാൻ പോകുന്നത്. എൻ്റെ ഈശോയെ, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിലൂടെ വഴി നടത്തപ്പെടണം സഭ. അതിനുവേണ്ടിയാണ് സഭ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ആ വിഷയം, അവസാനത്തെ വിഷയം, ഇപ്പൊ നമ്മൾ റിവൈവൽ ധ്യാനിച്ചു, ഫയറിനെ ധ്യാനിച്ചു. ഇന്ന് പ്രത്യേകമാം വിധം ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഫലമായ സമാധാനത്തിലേക്ക് വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് സമാധാനം. സമാധാനത്തെക്കുറിച്ച് ലേവ്യരുടെ പുസ്തകം പഠിപ്പിക്കുന്നത് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമാധാനം. അപ്പൊ സമാധാനം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. അത് ദൈവം നൽകുന്ന അനുഗ്രഹമാണ്. അത് മനുഷ്യരിലേക്ക് ഒഴുകിയെത്തുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണെന്ന തിരിച്ചറിവാണ് ഈ പെന്തക്കോസ്ത ഒരുക്ക ധ്യാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ സമാധാനം നമ്മുടെ കുടുംബത്തിലേക്ക് വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ വീട്ടിലേക്ക് വരണം. പരിശുദ്ധാത്മാവ് വരുന്നത് നമുക്ക് തുറവിയുള്ളപ്പോൾ, നമുക്ക് എളിമയുള്ളപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വന്ന് ആവസിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. വചനം പറയുന്നു, സങ്കീർത്തനം 85:8 പറയാ, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ലഭിക്കുന്ന സമ്മാനമാണ് സമാധാനം. അപ്പൊ ദൈവം നൽകുന്ന അനുഗ്രഹമാണ്.
ഇത് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തെ, പരിശുദ്ധാത്മാവിനെ ദാഹിക്കുന്നവർക്ക്, പരിശുദ്ധാത്മാവിന് വേണ്ടി കൊതിക്കുന്നവർക്ക് ലഭിക്കുന്ന സമ്മാനമാണ് സമാധാനമെന്ന് സങ്കീർത്തനം 85:8 പഠിപ്പിക്കുക. വീണ്ടും വചനം പറയുക, 1 രാജാക്കന്മാര് 2:33 പഠിപ്പിക്കുക. ദുഷ്ടന്മാർക്ക്, ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്ക്, ദൈവകൽപ്പന പാലിക്കാത്തവർക്ക്, തിന്മയുടെ പക്ഷം നിൽക്കുന്നവർക്ക് സമാധാനം ലഭിക്കില്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ഏശയ്യ 48:18 പറയാ, സമാധാനം കിട്ടാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുക. അപ്പൊ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ മേല്, ആ വ്യക്തിയുടെ മേല് സ്വർഗം തുറക്കപ്പെടുകയും യേശുക്രിസ്തു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് ആ ഭവനത്തിൻ്റെ മേൽ ഇറങ്ങി വരുമ്പോൾ ഭിന്നതയുടെ, കലഹത്തിൻ്റെ, വെറുപ്പിൻ്റെ, പകയുടെ, വിദേശത്തിൻ്റെ ദുരാത്മാക്കള് ആ ഭവനത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. അപ്പൊ നമ്മുടെ കുടുംബങ്ങള് ദൈവകൽപ്പനകൾ പാലിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ തീ അഭിഷേകം, റിവൈവൽ ഫയർ, പെന്തക്കോസ്തയുടെ ഒരിക്കൽ കൂടെ സെക്യൂർ ഊട്ടുശാലയായി മാറും നമ്മുടെ വീട്. ഒരിക്കൽ കൂടെ ജെറുസലേം, പുതിയ ജെറുസലേമായിട്ട് മാറും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, മക്കളെ നിങ്ങളുടെ നഗരം വിട്ടുപോകരുത്, അവിടെ നിങ്ങളുടെ സഭ വിട്ടുപോകരുത്. നിങ്ങൾ അവിടെ പരിശുദ്ധാത്മാവിനോട് ദാഹിക്കുമ്പോൾ സഹായകൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് വരുന്നത്, ആ പരിശുദ്ധാത്മാവ് ഫലങ്ങളുമായിട്ടാണ് വരുന്നത്, ദാനങ്ങളുമായിട്ടാണ് വരുന്നത്, വരങ്ങളുമായിട്ടാണ് വരുന്നത്, അധിക ബലവുമായിട്ടാണ് വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സമാധാനം. ഏശയ്യ 48:18 പറയാം, നീ എൻ്റെ കൽപ്പന പാലിച്ചാൽ എൻ്റെ സമാധാനം നദി പോലെ നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തും. കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്രം വിശകലനം ചെയ്യുമ്പോൾ ആ സമാധാനം എന്ന പദത്തിന് ഹീബ്രുവിൽ വിളിക്കുന്നത് ഷാലോം എന്നാണ്. ഷാലോം. യേശുക്രിസ്തു തന്നെ തൻ്റെ ശിഷ്യന്മാരെ ആ അന്ത്യ അത്താഴ വേളയിൽ ഈശോ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്കായിത നൽകുന്നു, എൻ്റെ ശാന്തി. എൻ്റെ ശാന്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് തന്നെയാണ് സമാധാനം. നിങ്ങൾക്കായിത, അതാ ഞാൻ അന്ത്യദാനമായി നിങ്ങൾക്ക് സമാധാനം നൽകുകയാണ്, എൻ്റെ ശാന്തിയാണ് നിങ്ങൾക്ക് നൽകുന്നത്. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് തന്നെയാണ് സമാധാനം. അപ്പൊ ആ പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് എനിക്ക് അവസാനമായിട്ട് തരാനുള്ളത് സമാധാനമാണ്. നിന്റെ ഏത് പ്രശ്നം, നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാകാം, കുടുംബ പ്രശ്നം ഉണ്ടാകാം, അയൽവാസികളിൽ നിന്നുള്ള ദ്രോഹമുണ്ടാകാം, കടബാധ്യതകളാൽ നീ നട്ടം തിരിയുന്നുണ്ടാകാം, പഠന മേഖലകളിൽ നിനക്ക് ബന്ധനം ഉണ്ടാകാം. ഈ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നിനക്ക് സമാധാനം കിട്ടുക. സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നല്ല ആരോഗ്യമാണ് സമാധാനം, ഐശ്വര്യമാണ് സമാധാനം, സുരക്ഷിതത്വ ബോധമാണ് സമാധാനം, ആത്മീയ സുസ്ഥിതിയാണ് സമാധാനം. ഇതെല്ലാം നിനക്ക് ലഭിക്കും. ഇതെല്ലാം നിന്നിൽ വന്ന് നിറയുമ്പോഴാണ് നിനക്ക് സമാധാനം കിട്ടുന്നത്. അപ്പം അവിടെ ശത്രുദോഷം വിട്ടുമാറുന്നു, അവിടെ വിഘടനം, അവിടെ വെറുപ്പ്, വിദ്വേഷം, യുദ്ധം, കലഹങ്ങൾ ബഹിഷ്കരിക്കപ്പെടും. പരിശുദ്ധാത്മാവ് ഇല്ലാത്തിടത്താണ് ഒരു രാജ്യം പറയുന്നത് മറ്റേ രാജ്യത്തിന് മനസ്സിലാക്കാത്തത്. പരിശുദ്ധാത്മാവില്ലാത്ത കുടുംബങ്ങളിലാണ് ഭർത്താവ് പറയണത് ഭാര്യയ്ക്ക് മനസ്സിലാകാത്തത്. അപ്പോഴവിടെ കലഹത്തിൻ്റെ ദുരാത്മാവ് വരും, സമാധാനം നഷ്ടപ്പെടും. നമുക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനമായ സമാധാനമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഷാലോം ദൈവത്തിൻ്റെ ദാനമാണ്, സമ്മാനമാണ്. അതുകൊണ്ടാണ് ഗിദെയോൻ, ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ച കഥയിൽ, അവിടെ അദ്ദേഹം പണിതുയർത്തിയ
ആ ബലിപീഠത്തിന് കൊടുത്ത പേര് യഹോവയുടെ ഷാലോം എന്നാണ്. യാവേ ഷാലോം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതങ്ങള് ദൈവത്തിൻ്റെ ബലിപീഠമാണ്. ദൈവത്തിൻ്റെ ബലിപീഠമാകുന്നതിന് വേണ്ടിയാണ്, ദേവാലയമായി മാറുന്നതിന് വേണ്ടിയാണ് കർത്താവായ ഈശോ മരിച്ച് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായി നൽകിയത്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുക. അപ്പൊ ഇന്ന് സമാധാനം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കണം. യേശുവിനെ കർത്താവായി സ്വീകരിച്ച എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 3-ാമത്തെ വചനം, യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധ്യമല്ല. അപ്പൊ അത് മാമോദീസ സ്വീകരിച്ചവനാകട്ടെ, മാമോദീസ സ്വീകരിക്കാത്തവനാകട്ടെ, അക്രൈസ്തവ സഹോദരങ്ങളാണെങ്കിലും അവർ യേശുവിനെ കർത്താവും രക്ഷകനുമായിട്ട് ഏറ്റുപറയുന്നത് പരിശുദ്ധാത്മാവ് മുഖേനയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുക. പക്ഷെ ഈ റിവൈവൽ ഫയറിൻ്റെ ധ്യാനത്തിൽ നാം ഈ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകിച്ച് സമാധാനത്തെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സമാധാനം നമുക്ക് ലഭിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എന്താണ് നമുക്ക് സമാധാനം തരുന്നതെന്ന് ധ്യാനിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്നിലുണ്ടോ എന്ന് ധ്യാനിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. ഇപ്പം മാമോദീസ സ്വീകരിച്ച എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നാം ഇന്ന് പ്രത്യേകം ധ്യാനിക്കുന്നത് ആ ദൈവാത്മാവിൻ്റെ നിറവ്. അപ്പം അത് രണ്ടും, പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരിക്കുന്നു, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ആ ദൈവാത്മാവിൻ്റെ നിറവ് എന്നിലുണ്ടോ എന്ന് കണ്ടെത്തലാണ്. ഇത് ഒരു അനുഭവമാണ്. ഈ നിറവെന്ന് പറയുന്നത് ഒരു അനുഭവമാണെന്ന് ജോൺ എഫ് ചെറിയപള്ളി അച്ഛൻ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുക, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമ്മൾ കൊതിക്കണം. അപ്പൊ സമാധാനം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവര് പരിശുദ്ധാത്മാവിന് വേണ്ടി കൊതിക്കണം. വീണ്ടും ജോൺ എഫ് ചെറിയപള്ളി അച്ഛൻ പറയുക, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് ദാഹിക്കണം. അപ്പൊ സമാധാനത്തിന് വേണ്ടി ദാഹിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് ദാഹിക്കേണ്ടത്. ഇപ്പൊ വീട്ടിലെ നേരം കലഹത്തിന്റെ ദുരാത്മാവാണെങ്കിൽ വൈകുന്നേരങ്ങളിലായ പല ഭവനങ്ങളിലും കാക്കക്കൂട്ടി കല്ലെറിയുന്ന അവസ്ഥയായി മാറുന്നത് ആ ഭവനം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കാത്തത് കൊണ്ടാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടി കൊതിക്കാത്തത് കൊണ്ടാണ്. കലഹത്തിന്റെ ദുരാത്മാക്കള്, വെറുപ്പിന്റെ ദുരാത്മാക്കള്, തകർച്ചകളുടെ ബന്ധങ്ങളുടെ തകർച്ചകളുടെ ദുരാത്മാക്കള് നിന്റെ ഭവനത്തിൽ പ്രബലപ്പെടുന്നത്. അതുകൊണ്ട് വീണ്ടും ജോൺ എഫ് ചെറിയപള്ളി അച്ഛൻ പഠിപ്പിക്കുക, നീ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി വിലപിക്കണം. നിന്റെ ഉള്ള്, നിന്റെ നെടുവീർപ്പ് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹമായിട്ട് മാറണം. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ, വിളിച്ചേ യേശുവേ, യേശുവേ. അപ്പോൾ നീ ദാഹിക്കുമ്പോൾ, കൊതിക്കുമ്പോൾ, നിന്റെ ആത്മാവ് അതിനുവേണ്ടി വിലപിക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്ന വലിയ, നിന്റെ ജീവിതം നടക്കുന്ന അത്ഭുതമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഈശോ സ്വരമുയർത്തി യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38-39 വചനം, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവി ഒഴുകും. സമാധാനം, സന്തോഷം, ഐശ്വര്യം, സമ്പൽ സമൃദ്ധി, വിശുദ്ധി, ഭാഷാവരം, രോഗശാന്തി വരം, ജ്ഞാനത്തിന്റെ വരം, വിവേകത്തിന്റെ വരം, നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള വരം, വിശ്വാസവരം, പ്രാർത്ഥനാവരം, ഇതൊക്കെ നമ്മളിൽ നിന്ന് ഒഴുകുന്നത്, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് സമാധാനം ഒഴുകുന്നത് നീ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. ആ ജീവജലത്തിൻ്റെ അരുവിയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നാം ഇന്ന് ധ്യാനിക്കുന്ന സമാധാനം. നിറവിൽ നിന്നൊഴുകുന്ന ജീവജലത്തിൻ്റെ അരുവികളാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ.
അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായിട്ട് നാം എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം കിട്ടാൻ നാം എന്ത് ചെയ്യണം? വചനം പഠിപ്പിക്കുകയാണ്. ഒന്ന്, ഉപവാസ പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്ത് സമാധാനമില്ല എങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം. പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ഒരു മാർഗം വചനം നൽകുന്നത് ഉപവാസ പ്രാർത്ഥന. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം നാം കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതിന് മുമ്പ് പൗലോസ്, സാവൂള് 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലാതിരുന്ന നിമിഷങ്ങളിൽ അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. തുടർന്നാണ് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി അനന്യാസ് അവിടെ കടന്നു വരുന്നത്. അപ്പോസ്തല പ്രവർത്തനം 9:17 അനന്യാസ് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരനായ സാവൂൾ, മാർഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ ഈശോ വീണ്ടും നിനക്ക് കാഴ്ച ലഭിക്കുന്നതിനായി നീ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിനായി വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. എന്നിട്ട് ആ കരങ്ങൾ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നടന്ന അത്ഭുതം, ഉടൻ ചെതമ്പല് പോലെ എന്തോ ഒന്ന് അവനിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവ് സാവൂളിൻ്റെ മേൽ വരുന്നത്. സാവൂളിനെ പൗലോസാക്കുന്ന നിമിഷമാണ് ചെതമ്പല് പോലെ എന്തോ ഒന്ന് വിട്ടുപോയി. കാഴ്ചയില്ലായ്മ, കലഹം, സമാധാനമില്ലായ്മ, നമ്മൾ അതെല്ലാം പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതങ്ങോട്ട് വിട്ടുപോവുകയാണ്. അങ്ങനെ ആ സാവൂള് പരിശുദ്ധാത്മാവിൽ നിറയുക. ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന സമാധാനം അത് ഇന്ന് നിലനിൽക്കുന്ന സമാധാനമല്ല. എന്നാൽ സാവൂളിന് ലഭിച്ച ആ നിമിഷം ലഭിച്ച, ആ പൗലോസാക്കി മാറ്റിയ ആ നിമിഷം ലഭിച്ച സമാധാനം, സന്തോഷം, ആത്മീയ വരങ്ങളും ആത്മീയ ഫലങ്ങളും എന്നും നിലനിൽക്കുന്നതാണ്. ഉടനെ പൗലോസ് ജ്ഞാനസ്നാനം സ്വീകരിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പൗലോസ്ലീഗ സ്നാനപ്പെടുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആ സമാധാനം നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകാൻ, നമ്മളിലൂടെ അത് മറ്റുള്ളവരിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, തലമുറകളിലേക്ക് ഒഴുകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം വചനം പറയുന്നത് ഉപവാസ പ്രാർത്ഥനയാണ്. രണ്ടാമത്തേത് വചനം നമ്മെ പഠിപ്പിക്കുക, അപ്പോസ്തല പ്രവർത്തനത്തിൽ പഠിപ്പിക്കുന്ന പശ്ചാത്താപം. ഉപവാസ പ്രാർത്ഥന രണ്ടാമത്തേത് പശ്ചാത്താപം. അപ്പോസ്തല പ്രവർത്തനത്തിൽ വിശുദ്ധ പത്രോസ് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ ചോദിച്ചു, സഹോദരാ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ ആത്മാവിനെ കിട്ടാൻ, ദൈവത്തിൻ്റെ ഫലങ്ങളാൽ നിറയപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് ആ രണ്ടാമത്തെ കാര്യം പശ്ചാത്താപം പത്രോസ് പഠിപ്പിക്കുക. മക്കളെ, നിങ്ങൾ പശ്ചാത്താപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പത്രോസ് അവിടെ പഠിപ്പിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ആ നിമിഷം ലഭിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ സമാധാനം കിട്ടാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനം കിട്ടാനുള്ള രണ്ടാമത്തെ മാർഗമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായ പശ്ചാത്താപമാണ്, അനുതാപം. അനുതപിച്ചു കഴിയുമ്പോൾ പത്രോസ് തന്നെ പറഞ്ഞു, നിങ്ങൾ അനുതപിക്കുവിൻ, പാപം നിറഞ്ഞ മനുഷ്യനെ ഉപേക്ഷിക്കുവിൻ, ദൈവിക വഴികളിലേക്ക് നിങ്ങൾ തിരിയുവിൻ. അതാണ് നവീകരണത്തിൻ്റെ ഫയർ, അതാണ് പെന്തക്കോസ്തയുടെ ഫയർ. ആ ഫയറിൻ്റെ അഭിഷേകം സ്വീകരിക്കുവിൻ. മൂന്നാമത്തേത് വചനം പഠിപ്പിക്കുന്നത് നമ്മൾ ദാസനാകുക, ദാസിയാകുക എന്ന് പറഞ്ഞാൽ തോറ്റുകൊടുക്കുക, എളിമപ്പെടുക. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. നമ്മുടെ അപ്പനും അമ്മയൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ, മക്കളെ താഴ്ന്ന നിലത്തെ നീരോടു, അവിടെ ദൈവം കൂട്ടുണ്ടാകുകയുള്ളൂ. നാം എളിമപ്പെടുമ്പോൾ, നാം തോറ്റുകൊടുക്കുമ്പോൾ സ്വർഗം നമ്മുടെ മേൽ തുറക്കപ്പെടുകയും, ഭാര്യ ഭർത്താവിൻ്റെ മുൻപിൽ തോറ്റുകൊടുക്കുമ്പോൾ, ഭർത്താവ് ഭാര്യയുടെ മുൻപിൽ തോറ്റുകൊടുക്കുമ്പോൾ,
മാതാപിതാക്കൾ മക്കളുടെ മുൻപിൽ തോറ്റുകൊടുക്കുമ്പോൾ, മക്കൾ മാതാപിതാക്കന്മാരുടെ മുൻപിൽ തോറ്റുകൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആ ഭവനത്തിലേക്ക് വരും. പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം ആ ഭവനത്തിലേക്ക് വരും. അവിടെ പിശാചിൻ്റെ ദുർഭരണങ്ങൾ അവസാനിക്കും, വെറുപ്പിൻ്റെ ദുർഭരണങ്ങൾ അവസാനിക്കും, ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതിൻ്റെ ദുർഭരണങ്ങൾ അവിടെ അവസാനിക്കും. നേരെ മറിച്ച് പരിശുദ്ധാത്മാവ് ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കും. പരിശുദ്ധാത്മാവ് വെറുപ്പിനെ കരിച്ചു കളയും. തീയാണത്. പരിശുദ്ധാത്മാവ് കലഹത്തെ കരിച്ചു കളയും, വെറും കണ്ടുകൂടായികളെ കരിച്ചു കളയും. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നാം ദാഹിക്കുകയാണ്. ദാസനാകുക. അപ്പോസ്തല പ്രവർത്തനം 2:18 എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. എളിമപ്പെടുന്നവരുടെ മേൽ, തോറ്റുകൊടുക്കുന്നവരുടെ മേൽ, വിട്ടുവീഴ്ച ചെയ്യുന്നവരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അപ്പോൾ അവർ സമാധാനമുള്ളവരായിട്ട് മാറും. പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്വയം ദാസനാകുന്ന ദാസിയാകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം, ഈ ലോകത്തിന് നൽകുന്ന സമാധാനം എന്നും നിലനിൽക്കുന്നതല്ല. പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനമാണ് വിട്ടുവീഴ്ചയുടേത്, ബന്ധങ്ങൾ വിളക്കി ചേർക്കുന്നതിൻ്റേത്, രമ്യതപ്പെടുന്നതിൻ്റേത്, മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റേത്, സ്നേഹിക്കുന്നതിൻ്റേത്. അതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനം. പരിശുദ്ധ അമ്മ പറയാ, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. അപ്പോൾ അത്യുന്നതന്റെ ശക്തി അവളുടെ മേൽ ഇറങ്ങി വന്നതായിട്ട് വചനം പറയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവളുടെ മേൽ ഇറങ്ങി വന്നത് ദാസിയുടെ താഴ്മയെ സ്വർഗം തൃക്കൺ പാർത്തപ്പെടാണ്. അപ്പോഴതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ദാസനാകുക, ദാസിയാകുക. അപ്പോൾ സ്വർഗം നമ്മെ എടുത്ത് ഉയർത്തുകയും സമാധാനം നൽകുകയും ചെയ്യും. മറ്റൊന്ന്, ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്ക്, ദാനങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സഭയുടെ നവീകരണത്തിന് വേണ്ടി, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുക. ആ ദർശന ധ്യാന കേന്ദ്രത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്ന് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതിൻ്റെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ഇറങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ദാഹിച്ച് പ്രാർത്ഥിക്കുക. സെഹിയോൻ ശാലയിൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് വേണ്ടി സ്ലീഹന്മാർ ദാഹിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള സ്വരം അവിടെ ഉണ്ടാകുകയും കാറ്റടിക്കുകയും തീ അഗ്നിനാവ് അവരുടെ മേൽ ഇറങ്ങി വരികയും അവരെല്ലാവരെയും ശക്തിപ്പെടുത്തുകയും ചെയ്തത്. അപ്പം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരാനായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കുക.